Guys and welcome back to Femish Stories. So ഞങ്ങളിപ്പോൾ പോകുന്നത് ടേക്കൻസി ചുമ്മാ ഒരു ഡേ ട്രിപ്പ് പോയി വരാമെന്ന് വെച്ചിട്ട്. എവിടേക്കൊന്നും പോകാൻ എളുപ്പമാണ്. പ്ലാൻ വേറെ ആയിരുന്നു നടന്നില്ല. സോ ഞങ്ങൾ പ്ലാൻ മാറ്റി ടേക്കൻസി പിടിച്ചു. ഇപ്പം ഞങ്ങൾ ട്രെയിൻ കയറി ഇരിക്കുക. ഇനിയിപ്പോൾ guys, we are in Tegansi. എനിക്ക് കാണാം, നല്ലതായിട്ടുണ്ട്. ഞങ്ങൾ ടേക്കൻസി വന്നു. ഇവിടുന്ന് അരമണിക്കൂർ ഞങ്ങൾ ട്രെയിൻ ലേറ്റായി. സോ we have to wait for 30 minutes for our bus. Around 36 minutes. Yeah. സോ ഞങ്ങൾ വിചാരിച്ചു അടുത്ത ബസ് സ്റ്റോപ്പ് വരെയെങ്കിലും ചുമ്മാ ഒന്ന് നടക്കാം. ടേക്കൻസി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ വലിയ ഗ്രാമം, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ആ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാലോ എന്ന് ഞങ്ങൾ ഓർത്തു. പട്ടിയും ചവിട്ടല്ലേ, കുഞ്ഞിക്ക പട്ടി. അപ്പം അത് ആസ്വദിച്ച് ചെറിയ ചാല് ഞാൻ കാണിക്കാം നിങ്ങൾ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. 39 അല്ല, പക്ഷെ അത് മറ്റേ വേറെ 39 അല്ല. ഞങ്ങൾ വിചാരിച്ചു ഇനി ഞങ്ങളുടെ ബസ്സാണോ പോയത്. ആ ബോട്ട് പോകുമ്പം അങ്ങനെ തിര വരും, പക്ഷെ അല്ലാത്തപ്പോൾ സീനില്ല, ചെറിയ തിരയുള്ളൂ. നല്ല രസം ഇവിടെ ഇരിക്കാനായിട്ട്. എല്ലാവരും വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. ചിലരൊക്കെ ഇറങ്ങുന്നു. ഞങ്ങൾ ഇറങ്ങാന്നുള്ള ഒരു ചിന്ത പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്വിമ്മിങ് സൂട്ട് എടുത്തില്ല. എൻ്റെ പാൻറ് പോലും സ്കിൻ ഫിറ്റാണ് ഇന്ന് ഇട്ടേക്കണം. സാധാരണ എപ്പോഴും വൈൽഡിലൊക്കെ എടുത്ത് സ്കിൻ ഫിറ്റ് എടുത്തിട്ടുകയും ചെയ്ത്. അതുകൊണ്ട് കയറ്റി വെക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അവൾക്ക് പറ്റും. അവൾ കുറച്ച് പാൻറ് കയറ്റി വെച്ചിട്ട് ഇറങ്ങി. പക്ഷെ അവിടെ ഇച്ചിട്ട് തെന്നലുണ്ട്. പക്ഷെ നല്ല തണുത്ത വെള്ളമാണ്, നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് തണുപ്പ. പിന്നെ ഞങ്ങളിങ്ങനെ ഈ കല്ലിൽ കുറച്ച് നേരം ഇരിക്കുമായിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞ്. നല്ല രസമാണ് ഇരിക്കാൻ. ഞങ്ങളിവിടെ ചുമ്മാ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് കണ്ട് ഇരിക്കുമായിരുന്നു. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. ഞങ്ങൾ തണുപ്പായിരിക്കും എന്നാ വിചാരിച്ച, പക്ഷെ നല്ല വെയിലും നല്ല ചൂടുണ്ട്. പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പാ. നല്ല തണുപ്പ്. ഇവര് ബോട്ടും കൊണ്ട് പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിക്കാം. ഒരു ബോട്ടും കൊണ്ട് അങ്ങോട്ട് പോകുന്നു.
ഇത് നോർമലി ഉള്ള ഫെയറിയാണ് അപ്പുറത്ത് പോകുന്നത്. നമുക്ക് കേറാം. അങ്ങനെ Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude I am found. Oh, whispering pines, sing me your tune. Caught in the rhythm, the stars and the moon. Teach me the language of rustling. ഗൈസ്, ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ തേകൻസിന്ന് കയറിയ ട്രെയിനിൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും ഇടയില്ലായിരുന്നു. ഒരു പരുവത്തിൽ അതിൽ നിന്ന് വന്നു. ഇവിടേക്ക് വന്നപ്പോൾ അത് ലേറ്റ് ആയിരുന്നതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത ട്രെയിനും കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. പക്ഷേ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. സോ ഞങ്ങൾ തൊട്ടപ്പുറത്ത് നെറ്റോയിൽ എന്തെങ്കിലും അറിയാൻ വേണ്ടി പോവാൻ. അതെ, കഴിക്കാൻ മേടിക്കാൻ പോവാണ്. ആക്ച്വലി ഇപ്പം തന്നെ ഇവിടെ 7 മണി കഴിഞ്ഞു അല്ലേ? 7-9 കടയുള്ളൂ. 7 മണി കഴിഞ്ഞു, 8 മണി വരെ കടയുള്ളൂ. നോ ഐഡിയ. ഹറി ബറി ഒരു ഫോട്ടോ എടുക്കാം. സോ ഞങ്ങൾ പോയിട്ട് വരാം. വലുതാ. ട്രിപ്പിൾ എക്സൽ പാക്ക്. അതെ അതെ. ഫുഡ് മേടിച്ചിട്ട് തിരിച്ചു വരുവാണ്. ഞങ്ങൾക്ക് മറ്റേ റാപ്പ് ഓൾറെഡി ചെയ്തിരിക്കുന്നത് കിട്ടി. അപ്പോൾ അതെടുത്തു. കുറച്ച് സാധനങ്ങൾ എടുത്തു അത്യാവശ്യം. കടയിൽ പോയാലും അങ്ങനെയാണ്. അതങ്ങനെയാണ്, ഒരു സാധനം എടുക്കാൻ പോയാലും കവർ നിറച്ച് ഇഷ്ടംപടി സാധനം മേടിച്ചോണ്ട് വരും. അതാണ് എപ്പോഴും സംഭവിക്കണത്. ഞാനാണേലും അങ്ങനെ ഒറ്റയ്ക്ക് പോയാലും എന്തേലും 2 സാധനം മേടിക്കുന്ന സാധനം മാത്രം എടുത്തിട്ട് വരും. പക്ഷെ ലൈക്ക് ഞാൻ ഇപ്പം മധുരമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കില്ല ഞാൻ. പക്ഷെ ഇപ്പം പാല് ഇതുപോലത്തെ സാധനങ്ങൾ എരിവ് ഞാൻ എടുക്കും. പിന്നെ പാല് മാത്രം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ചീസും ബ്രെഡും എല്ലാം ആയിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചു വരണേ. അങ്ങനെ അതെപ്പോഴും പാടില്ല ഗൈസ്, നിങ്ങൾ അങ്ങനെ ആവരുത്. എപ്പോഴും അങ്ങനെ സേവ് ചെയ്യണം മണി സേവ്. യെസ്, കുറച്ചൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കണം. നമ്മൾ ഈ യൂറോപ്പിൽ വന്ന് കിടക്കുമ്പോൾ നമുക്ക് വേറെ സന്തോഷങ്ങളൊന്നും ഇല്ല. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആസ്വദിക്കണം. ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ പിശുക്കരുത്. ഫുഡിന്റെ കാര്യത്തിൽ പൈസ നോക്കരുത്. അതൊരിക്കലും ഇല്ല. ഫുഡിന്റെ കാര്യത്തിൽ പൈസ നോക്കാൻ പാടില്ല. ഏണോ അപ്പുറത്ത് വരാവോ? എൻ്റെ അപ്പുറത്തെ കൈ കഴിച്ചു വേദന എടുക്കുന്നു. അതുകൊണ്ട് ഇപ്പുറത്തെ കയ്യിലോട്ട് ഞാൻ മാറ്റി പിടിച്ചു. ചെറിയ തണുപ്പുണ്ടല്ലേ? ചെറുതായിട്ടേ ഉള്ളൂ. നല്ല വെതറായിരുന്നു ഇന്ന്. ഫുള്ളി നല്ല വെതറായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇച്ചിരി നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുള്ളി നല്ല വെതറാണ്. ഫുള്ളി നല്ല വെതറായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ലാൻഡ് കിട്ടി. 5 കിലോമീറ്റർ നടക്കും. ലാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഒരു ഊബർ പോലത്തെ ഒരു സംഭവമാണ്. അത് സ്ക്രീൻ ഓഫ് ആവുന്നു.
റെക്കോർഡിങ് ഊബർ പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടുത്തെ ഡോഷ്ലാൻഡ് ടിക്കറ്റ് വെച്ച് തന്നെ പോവാം, ഇവിടുത്തെ മന്ത്ലി ടിക്കറ്റ് വെച്ച് തന്നെ പോവാം. അപ്പം ഞങ്ങളാണെങ്കിൽ അത് ശനി ഞായറും പക്ഷെ രാവിലെ 8 തൊട്ട് വൈകുന്നേരം 6 വരെ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ രാവിലെ 6 മണി തൊട്ട് രാത്രി 9 മണി വരെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് 6 മണി കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ അപ്പം കിട്ടുമെന്ന് പേടിയുണ്ടായിരുന്നു. ബട്ട് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ വന്നു ഇങ്ങോട്ട്. ഞാൻ വീട്ടിൽ ഇന്ന് ഇവിടെ ഒരാൾ വീട്ടിൽ പോകാൻ വേണ്ടിയിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ വെളിയിൽ ഒരു കേക്ക് കഴിക്കാൻ പോയി. അന്നേരം ഒരുത്തി വലിയ കാര്യത്തിൽ എൻ്റെ ബാഗ് എടുത്തോണ്ട് വന്നു. വലിയ ബാഗായിരുന്നു എൻ്റെ കയ്യിൽ ഇരുന്നത്. അപ്പം ഞാൻ ചെറിയ ബാഗ് വെള്ളം അവിടെ ഇരുന്നത് എടുത്തോണ്ട് പോന്നു. പക്ഷെ ലൈനർ എൻ്റെ പേഴ്സ് അതിലായി പോയി. ഞാനത് തിരിച്ചെടുത്ത് വെക്കാൻ മറന്നുപോയി. സ്വാഭാവികം. അവള് പേഴ്സും അവളുടെ സാധനങ്ങൾ അതിനകത്ത് ഇട്ടിട്ടാണ് ഇന്നലെ കൊണ്ടുവന്നത്. ഇന്നലെ തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ അതെടുത്ത് വെച്ചില്ല. മടുപ്പായിരുന്നു, ഞങ്ങൾ വയ്യാണ്ടായി. അല്ല ഇന്നലെ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കുക്കിങ്ങിനെല്ലാം പോയി. ഞങ്ങള് മന്തിക്കം ബിരിയാണി വെച്ചു. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോയോണ്ട് മറന്നുപോയി എടുത്തു വെക്കാൻ. ഇന്ന് പക്ഷെ രാവിലെ അവള് അത് ഓർത്തുമില്ല. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇന്ന് പോവാന്നുള്ളത്. പക്ഷെ പോകാണെന്നില്ല, ഇനിയിപ്പോ നാളെ പോവാം. നാളെ പോകും. അങ്ങനെ ഒരു വീക്കെൻഡും കഴിഞ്ഞു. അതെ, എത്ര പെട്ടെന്ന് സമയം ഉരുളവുകളൊക്കെ എനിക്ക് പെട്ടെന്ന് നഷ്ടാവുന്ന പോലെ. അയ്യോ, ഇനിയിപ്പോ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 1 മാസം പോകും. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് സ്ലോ ആയിട്ട് പോയ പോലെ തോന്നി. ലൈക്ക് ഒത്തിരി പെട്ടെന്ന് പോയ പോലെ എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം സ്ലോ ആയിട്ട് പോയ പോലെ എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ 2 പേര് പുറത്ത് നിന്ന് വലിക്കുന്നു. പുറത്തെ വീട്ടിലെ ചേച്ചീനെ സൈറ്റ് അടിക്കുക എന്നാ തോന്നുന്നു. ചേച്ചി ജനലൊക്കെ തുറന്നിട്ടിട്ട് 2 ചെറുക്കന്മാരോട് വർത്താനം പറഞ്ഞിരിക്കുക. കുടുംബശ്രീയിലെ എവിടെ ആരെ കണ്ടാലും എന്തെങ്കിലും കുൽസിതം പറയണം. ഇനിയിപ്പോ ഞങ്ങൾ ഇപ്പൊ വീട്ടില് കേറാൻ പോവാ. ഫുഡ് കഴിക്കണം. ഉറക്കം വരുന്നുണ്ടായിരുന്നു നല്ലപോലെ ട്രെയിനിൽ ഇരുന്നിട്ട്. ഞാൻ ആ സ്ഥലം ഇല്ലാണ്ട് നിന്നിട്ടും എനിക്ക് ഉറക്കം വന്നു. നിന്നിട്ടും അത്രയ്ക്ക് ക്ഷീണം എന്താന്ന് എനിക്കറിയത്തില്ല. വർക്കിന് പോകുന്നോണ്ടായിരിക്കും, അറിയില്ല. പക്ഷെ എന്തായാലും ഇന്ന് നല്ല ഉറക്കം വന്നു. ഇന്ന് രാവിലെ 7:45 അല്ലെങ്കിൽ 8 എണീറ്റാൽ മതിയായിരുന്നു. ബട്ട് എന്നിട്ട് ഞാൻ 7:30 മുമ്പ് എണീറ്റു. 22 ഞാൻ എണീറ്റു. സോ അങ്ങനെ ഇപ്പം ഞങ്ങൾ വീടെത്തി. ഞങ്ങൾ ഇനി കയറട്ടെ. ഓക്കെ, Purnami is going to open the door. Yes, that's Yes. Let's go, guys. Let's go. ഇങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുന്നു ഗൈസ്. കാണിക്കാൻ പറ്റുന്ന കോലത്തിലല്ല. സോ signing off. Bye bye. Bye bye. See you in the next video.